സ്പേസ് ചാനലിൻ്റെ ചലോ ബത്ലഹേം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ? ഞാൻ ആദ്യം വായിച്ച വചനവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഗ്രന്ഥം എന്ന് പറയുന്നത് KP കേശവമേനോൻ്റെ യേശുദേവൻ എന്ന ഒരു പുസ്തകം. KP കേശവമേനോൻ അദ്ദേഹം ഈ ക്രിസ്മസിനെ കുറിച്ച് അവതരിപ്പിക്കുന്ന ഇടത്ത് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താശകലവുമുണ്ട്. ആ ചിന്താശകലവും എന്ന് പറയുന്നത് യേശു ജനിച്ച ഇടത്തിൻ്റെ പരിമിതികളാണ്. യേശു ജനിച്ച ഇടത്തിൻ്റെ പ്രധാന പരിമിതി എന്ന് പറയുന്നത് ഗുഹയാണ്. പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശത്തെ ഒരു ഗുഹ. ആ ഗുഹയുടെ കവാടം KP കേശവമേനോൻ വിശദീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടുങ്ങിയതായി തീർന്നത് എന്ന് പറയാം. ഈ ലോകം മുഴുവൻ ഈ പുൽക്കൂട്ടിലെ ഉണ്ണിമിശിഹായെ കാണണമെന്നുണ്ടെങ്കിൽ തലകുനിക്കണം. തലകുനിച്ചു മാത്രമേ ഈ പുൽക്കൂട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അങ്ങനെ സാധിക്കും. അങ്ങനെയാണ് അതിൻ്റെ ജന്മം. ഇത് ലോകത്തിനൊരു പാഠമാണ്. എത്ര അധികായകന്മാരെയും എത്ര രാഷ്ട്ര നേതാക്കന്മാരെയും എത്ര സ്വച്ഛാധിപതികളെയും എത്ര ആളുകളെയും യേശുവിനെ കാണാൻ കൊതിയുള്ളവരെല്ലാം ശിരസ് നമിച്ച് പോകാനും. KP കേശവമേനോൻ്റെ ഈ പുസ്തകം, യേശുദേവൻ എന്ന പുസ്തകം ഞാൻ വായിക്കാനിടയായത് ആകസ്മികമായിട്ടുള്ള ഒരു സംഭവത്തിലൂടെയാണ്. അതിൻ്റെ ആകസ്മികത, അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഒരു പുൽക്കൂട് സംഭവമായിട്ട് പിന്നിലുണ്ട്. ഇതാരുടെയാണ് ഈ ഭൂമി? ശക്തന്മാരുടെ ഭൂമിയാണോ ഈ ഭൂമി എന്ന് പറയുന്നത്? ഹൃദയശാലീനതയുള്ളവരുടെ ഭൂമിയാണ് ഈ ഭൂമി. അതാണ് യേശുദേവൻ നമ്മളെ പഠിപ്പിക്കുക. പുൽക്കൂട്ടിൽ ജനിച്ചത് കൊണ്ട് മാത്രമല്ല, നമ്മൾ ചലോ ബത്ലഹേമിലൂടെ പുൽക്കൂട്ടിലേക്ക് വരുന്നു. നമ്മൾ പുൽക്കൂട്ടിൽ നിന്ന് പിന്നെയും യാത്രയാകും. ഇത് ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക്. കച്ചവടത്തെ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ക്രിസ്മസ് വളരുന്നത്. സമ്മതിക്കാതിരിക്കാൻ തരമില്ല. ഒരു കച്ചവട സ്വഭാവം ഈ ക്രിസ്മസിനുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഉണ്ണിമിശിഹായെ കിട്ടണമെന്നുണ്ടെങ്കിൽ ചൈനയിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. നോക്കൂ, എത്ര വിശേഷമായിരിക്കുന്നു. കച്ചവടത്തിലൂടെയെങ്കിലും ഈ ക്രിസ്മസ് ലോക സാമ്രാജ്യങ്ങളിലേക്ക് എത്തുന്ന, ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് എത്തുന്ന സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എങ്കിലും
ഈ കച്ചവട സംസ്കൃതിയിലും സംസ്കാരത്തിലും പുൽക്കൂടിൻ്റെ പുണ്യം പൂജ്യമാണ്. പൂജ്യത നിറഞ്ഞതാണ് ഈ പുൽക്കൂടിൻ്റെ പുണ്യം എന്ന് പറയുന്നത്. പുൽക്കൂട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ആരാണ് ഈ ഭൂമിയുടെ അവകാശി? അത് മത്തായി ശ്ലീഹ പറയും. മലമുകളിലെ പ്രസംഗം അത് നമ്മളോട് സംസാരിക്കും. ആരാണ് ഈ ഭൂമിയുടെ അവകാശി? ആരാണ് ഈ ഭൂമിയുടെ പ്രതാപവാൻ? അത് ലോക സാമ്രാട്ടുകൾക്ക്, ലോക രാജാക്കന്മാർക്ക്, ജനാധിപത്യത്തിലോ രാജ്യ അധിപത്യത്തിലോ അടിച്ചമർത്തലിന് നേതൃത്വം കൊടുക്കുന്ന രാജ്യങ്ങളിലോ രാജാക്കന്മാരൊന്നുമല്ല. എളിമയുള്ള ഹൃദയം, എളിമയുള്ള ഹൃദയത്തിൻ്റെ അവകാശികളാണ്. ഈ ലോകത്തിൻ്റെ അവകാശം അവർക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ ആ ഇടമാണ് പുൽക്കൂട് എന്ന് പറയും. പുൽത്തൊഴുത്തിലെ ഉണ്ണിമിശിഹായുടെ ജനന ഇൻഫൻസീവ് നറേറ്റീവിൽ പറയുമ്പോൾ സന്മനസ്സുള്ളവർക്ക്, സന്മനസ് അവിടെയാണ് ഈ ലോകത്തിൻ്റെ അവകാശം എന്ന് പറയും. ലോകത്തിൻ്റെ അവകാശം, ഈ ഭൂമിയുടെ അവകാശം അങ്ങനെയുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.